പൂർണ്ണമായി പരിഹരിക്കപ്പെടുക സാധ്യമല്ല. കാരണം നിങ്ങൾ ആലോചിക്കുക, നമ്മൾ ആൾക്കാരോട് എന്താ പറയണേ? ആൾക്കാരോട് പറയണത് ഇത് ഉപയോഗിച്ച രോഗം ഉണ്ടാവും, മരണം ഉണ്ടാവും, അല്ലേ? ആളുകൾ പേടിക്കുന്നത് രോഗത്തെയാണ്, ആളുകൾ പേടിക്കുന്നത് നിയമ സംവിധാനത്തെയാണ്, കുട്ടികൾ പേടിക്കുന്നത് ഉമ്മയെയാണ്, ഉപ്പയെയാണ്, ഭാര്യ പേടിക്കുന്നത് ഭർത്താവിനെയാണ്, ഭർത്താവ് ചിന്തിക്കുന്നത് ഭാര്യ ഇത് പിടിച്ചാൽ എന്താകുമെന്നാണ്. ഇത്തരം വസ്തു ഉപയോഗിച്ചാൽ മനുഷ്യന്റെ ശരീരത്തെ അത് എങ്ങനെ ബാധിക്കുമെന്നറിയുന്ന ഡോക്ടർമാരും നഴ്സുമാരും അടക്കം ഭാര്യയും ഭർത്താവും ഒന്നിച്ച്, ആങ്ങളയും പെങ്ങളും ഒന്നിച്ച്, ബാപ്പയും മക്കളും ഒന്നിച്ച് എൻ്റെ അടുത്ത് വരുന്നു, എന്നെ വിളിച്ചു കൊണ്ടുപോകുന്നു, അത് വാങ്ങാറുണ്ട് എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, രോഗം പറഞ്ഞ് പേടിപ്പിച്ച് നിർത്താൻ പറ്റുമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടോ? ആ രോഗത്തിൻ്റെ എല്ലാ പ്രയാസകരമായ അവസ്ഥയും അറിയുന്ന, ചികിത്സിക്കുന്ന ഡോക്ടർമാർ വരെ ഇത്തരം ആളുകളുടെ കസ്റ്റമേഴ്സാണ്. അവിടെയാണ് ശാശ്വത പരിഹാരത്തിൻ്റെ വഴി എന്താണ്? ആ വഴി എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച വഴിയാണ്, അള്ളാഹിനെ കുറിച്ചുള്ള ബോധ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ഗാഫിറിൽ പറഞ്ഞില്ലേ, യഅലമു ഖായിനതൽ അയുൻ വമാ തുഖ്ഫിസ് സുദൂർ. അല്ലാഹ് കണ്ണിന്റെ കട്ടുനോട്ടവും മനസ്സകത്ത് നിങ്ങൾ ഒളിപ്പിച്ചതും സർവ്വതും അറിയുന്നവനാണ് നിങ്ങളുടെ റബ്ബ് എന്ന ബോധ്യം മനുഷ്യനുണ്ടാകണം. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് ثم توفى كل نفس ما كسبت وهم لا يظلمون. ഇങ്ങനെ കണ്ണിന്റെ കട്ടുനോട്ടം അറിയുന്ന, മനസ്സിന്റെ വികാരങ്ങളെ പോലും അറിയുന്ന റബ്ബ് നിങ്ങളെ വിചാരണക്ക് വിധേയമാക്കി അനീതി കാണിക്കാതെ ഓരോരുത്തരും ചെയ്തതിന്റെ രക്ഷാശിക്ഷകൾ പ്രതിഫലമായി നൽകുന്ന ഒരു ദിവസമുണ്ട്, തിരിച്ചുപോക്കിന്റെ ഒരു ദിവസമുണ്ട്. ആ ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന പാഠമറിയണം. അള്ളാനെ അറിയുമ്പോൾ, പരലോകം അറിയുമ്പോഴാണ് ഒരു മനുഷ്യൻ സർവ്വ തിന്മകളോടും വിട പറഞ്ഞ് എല്ലാ തിന്മകളിൽ നിന്നും അകന്ന് നന്മയുള്ള ജീവിതം നയിക്കാനാവുക.